നമ്മുടെ ടീംസുമായിട്ട് ഒരു ചെറിയ ഗെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ഒരു പിണക്കമൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ഒരു ഗെയിമിലേക്ക് പോവാണ്. നിങ്ങൾ സെറ്റ് അല്ലടാ? പിന്നെ സെറ്റാ. ശരി. ഈ ഗെയിം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പൊ നിങ്ങളുടെ കപ്പിൾ ആരാണ് ഒരാളെന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരിക്കണം പൊക്കേണ്ടത്. ഇത് ഇടി നടക്കും. ഓക്കെ, പക്രുചേട്ടാ, പക്രുചേട്ടന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം പക്രുചേട്ടൻ തന്നെ തുടങ്ങിക്കോ. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്? എല്ലാരും പൊക്കുന്നോ? പൊക്കെന്തിരി നാണിക്കണേ, നാണിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളത്തിന് അത്യാവശ്യം പറയുന്നതാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അതൊക്കെ അവിടെ ആരാണ് പൊക്കിയിരിക്കുന്നത്? രണ്ടുപേരും കള്ളത്തിനും പറയുന്നതാണോ? ഇല്ല. ഓക്കെ, ഇവിടെ കുറച്ച് കള്ളത്തിനും പറയും, ഫുൾ കള്ളത്തിനും പറയും, പകുതി. കുറച്ച് ഞാനാ ഫുള്ള് കള്ളത്തിനും കള്ളത്തിനും പറയത്തില്ല. പക്ഷെ അറിയോ അവൻ കള്ളത്തിനും പറയും എന്നുള്ളതൊക്കെ? ചിലത് മനസ്സിലാവും, എങ്ങനെയാണെങ്കിലും മനസ്സിലാവും. ചിലത് ഞാൻ അറിഞ്ഞു വെച്ചിട്ടായിരിക്കും പറയുന്നത്. എനിക്ക് ചിലപ്പോ സത്യം അറിയായിരിക്കും. മറ്റേ നമുക്ക് അറിഞ്ഞ് നമ്മളൊന്ന് ഇട്ട് നോക്കും. എന്നിട്ട് ഞാൻ അനങ്ങാണ്ട് നിൽക്കും, പറയട്ടെ എന്ന്. അത് കഴിയുമ്പോഴേക്കും ഞാൻ തുറന്ന് പറയുന്നത് ഇങ്ങനല്ലേ എന്ന്. ചെറിയ ചെറിയ കാര്യം. ഇനി പറയോടോ അങ്ങനെ? ഇത് നിതിൻ കൃഷ്ണനെ ഉദ്ദേശിച്ചാണ്. ശരി, കൊള്ളാം. അപ്പൊ നല്ലൊരു കൈയടി. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ കൂർക്കം വലിക്കുന്നത്? അതെല്ലാരും ബോയ്സ് തന്നെ. നന്നായിട്ട് വലിക്കും. ആണല്ലേ? ഇതെന്താ എന്താ ഉറങ്ങാറും കൂടി ഇല്ല. ഉറങ്ങാറില്ല? ഉറപ്പാണോ ഈ പറയുന്നത്? ഇവരുറങ്ങില്ല. ഇപ്പൊ എങ്ങനെ അറിയാം ഇവര് കൂർക്കം വലിക്കുന്ന കാര്യം? പൊക്കടാണത്. പൊക്കിയിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം. ഓക്കെ, റെഡിയാണോ? ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, വഴക്ക് കൂടിയതിനു ശേഷം നിങ്ങളിൽ ആരാണ് ആദ്യം പിണക്കം മാറ്റുന്നത്? വെറൈറ്റി ആയിട്ടേ രണ്ടുപേരും പൊക്കിയേക്കുന്നത് ഇവിടെ. ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. സോറി പറയുന്നത് ആരാണ് ആദ്യം സോറി പറയുന്നത്? സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. സിറ്റുവേഷൻ അനുസരിച്ച് പറയുമ്പോ, അതായത് ഇവള് ഇടി കൊടുത്തതിന് ശേഷമാണ് അവള് പറയും. അവന് മിണ്ടാൻ പറ്റുമെങ്കിൽ മിണ്ടാൻ പറ്റുമെങ്കിൽ പറയും. പില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ അവന്റെ കണ്ണിലെ നീര് പറ്റിയതിന് ശേഷം ഇത്രയും നാളും പുറത്തു പറയാത്തായിരുന്നു. അതൊക്കെ അറിഞ്ഞൂടെ? ഇതിന്റെ ഇടത്തെ സൈഡിൽ ഞാൻ കണ്ടു കുളപ്പുള്ളി അപ്പനെ കണക്കൊരു പാട്. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ എല്ലാ വീഡിയോയിലും ഉണ്ട് എനിക്ക് അടി കൊള്ളുന്നത്. എന്റെ വീട്ടുകാർ മുഴുവൻ ഇതാ ചോദിക്കണേ, നിനക്ക് ഡെയിലി അടിയാണോ? ശരി, ഇവിടെ ആരാണ് സോറി പറയുന്നത് ഫസ്റ്റ്? ആണ് ചിലങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കാം. എന്നിട്ട് ഞാൻ തന്നെ ഇപ്പൊ എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും തെറ്റെങ്കിലും ഞാൻ തന്നെ ചെന്ന് വീണ്ടും. സോ ക്യൂട്ട്. നല്ല ക്വാളിറ്റി ആട്ടോ. നല്ലൊരു quality. ഞാൻ അങ്ങനെയാണ്. എന്റെ കൂട്ടുകാരോട്ടൊക്കെ പിണങ്ങി കഴിഞ്ഞാ അയ്യടാ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത് എന്റെ ദൈവമേ, അവൻ ഒരെണ്ണത്തെങ്കിലും പൊക്കി സ്മൈലി പറ. കാരണം പ്രശ്നം ഉണ്ടാക്കണമൊക്കെ ഞാനാ. അപ്പൊ പിന്നെ ഞാൻ തന്നെ പക്ഷെ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതും നല്ലൊരു ക്വാളിറ്റിയാണ്. അതായത് പ്രശ്നം ഉണ്ടാക്കുന്ന താങ്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കി സോറി പറയുന്നതും നല്ലൊരു ക്വാളിറ്റിയാണ്. പറ ബ്രോ, എന്താണ് അവസ്ഥ? രണ്ടാളും സോറി പറയും. ഞാൻ സോറി പറയുമ്പോ ഇങ്ങനെ സോറി എന്ന് പറയും. ഇവളാണെങ്കിൽ സംഭവം ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്. ഇങ്ങനെ കറങ്ങിട്ട് വരിക. ഇങ്ങനെ കറങ്ങി വന്നിട്ട് ലാസ്റ്റ് ഗതികെട്ട് കഴിയുമ്പോ സോറി. അതാണ്. എന്നാലും അന്നത്തെ പിണക്ക് അന്ന് തന്നെ തീർത്തിട്ടാണല്ലോ എല്ലാരും പോയി കിടന്നു. നെക്സ്റ്റ് കൊണ്ടുപോകല്ലോ. ശരി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ചേട്ടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ വായി നോക്കുന്നത്? നൈസ് ക്വസ്റ്റ്യൻ. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ കണ്ടോ, ഭർത്താവ് പൊക്കിയപ്പോ ഞാൻ വിചാരിച്ച് ഓരോരുത്തരല്ലേ പൊക്കി, എല്ലായിടത്തും ഭർത്താക്കന്മാരെ പൊക്കിയേക്കണം. അവിടെ ഇത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ശരിയാണ്, ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ജിഷ്ണു ആൻഡ് രേവതി രണ്ടുപേരും വായി നോക്കുന്നത് അടിപൊളിയായിട്ടാണ് പറയുന്നത്. സോ യൂഷ്വലി വായി നോക്കുക മാത്രമല്ല, നല്ലൊരു പെങ്കൊച്ച് പോവാണെങ്കിൽ പറയാം, ആ കൊച്ചിന് മുടി കൊള്ളാന്ന് പറഞ്ഞ് കാണിച്ചും കൊടുക്കാറുണ്ടോ? ഹെൽത്തി റിലേഷൻഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. ഇവനെ നല്ല കാര്യമാണ്. ഇവര് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ബ്യൂട്ടി ആസ്വദിക്കെന്നാണ് പറയുന്നത്. ഗുഡ് വൺ. ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ്. അല്ല, ഇതിനകത്തെ നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവരെല്ലാവരും വളരെ സിൻസിയർ ആയിട്ടാ കാര്യം പറയുന്നത്. ഒന്നുമില്ല, ആത്മാർത്ഥമായിട്ട് ഉള്ള, അതായത് ഹിപ്പോക്രസി ഒക്കെ ചില ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ ചില സംസാരിക്കും. അങ്ങനെ ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലാപ്പ് വരുവാണ്. നിങ്ങൾ ആകെ കാണുന്ന ഫോണിൽ കൂടിയാ, പക്ഷെ അതല്ലാണ്ട് നിങ്ങളെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾ നല്ല മെച്ചോർഡ് ആണ്. ഒരു പക്ഷെ എന്നെക്കാട്ടിലും മെച്ചോർഡ് ആയിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും ബിഹേവ് ചെയ്യുന്ന പോലും. സോ ഈ മെച്ചോർഡ് എന്ന് ആര് പറഞ്ഞു? വെറുതെ ഒരു കയ്യബദ്ധം പറ്റി പോയതൊക്കെ. എൻജോയ് ചെയ്തോ ഞങ്ങളോട് ഉള്ള ഒരു ദിവസം? എങ്ങനെയുണ്ടായിരുന്നു പറ, കേക്കട്ടെ.
അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതന്നെ. ആണോ? സ്കൂളിൽ പോലും കയറിയിട്ടില്ല സ്റ്റേജിൽ. ആദ്യമായിട്ടാ? അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ഗൈസ്. നമുക്ക് അടുത്ത ദിവസം കാണണം. Yeah. മ്യൂസിക് പ്ലീസ്. അസല